ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആണായാലും പെണ്ണായാലും ഇനി മുതൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ശ്രദ്ധിക്കും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മൂവി 2025 ഒരു ഇംഗ്ലീഷ് TV മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഗേൾ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ TV മൂവി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാനല്ല, ഈ ഹോളിവുഡിലെ ടെലിവിഷൻ ഉണ്ടല്ലോ അതിനുവേണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില സിനിമകൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് വലിയ ഹൈപ്പ് കൊടുത്തൊന്നും പറയുന്നില്ല. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുമ്പോൾ ഏതോ ഒരു വീടിനകം ഇപ്പം ആ ഒരു വീടിന്റെ പടിക്കെട്ടുകൾ വഴി കാലിന് സ്വാധീനമില്ലാത്തൊരു സ്ത്രീ ഇഴഞ്ഞിഴഞ്ഞ് മുകളിലേക്ക് പോവാണ്. അങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു പടികളിലൂടെ അവർ മുകളിലേക്ക് കയറിയിട്ട് അവസാനം ഈ വിദേശങ്ങളിലെ വീടുകളിലെ ചില വീടുകൾക്ക് മുകളിലായിട്ട് ഒരു പ്രത്യേക ഭാഗം ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള മുകളിലെത്തിയ ഒരു റൂമിനകത്തേക്ക് അതും ഒരു ഏണിയുണ്ട്. അതുവഴി അവർ പിടിച്ചു മുകളിലേക്ക് കയറുന്നതും എന്തോ ഒരു കാര്യം അവിടെ കണ്ടിട്ട് അവർ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള കെൽസി, അതേപോലെ തന്നെ അവളുടെ സുഹൃത്ത് സോഫിയ. ഇപ്പോൾ സോഫിയ കെൽസിയെ നല്ലതുപോലെ ഒരുക്കുന്നുണ്ട്. കാരണം കെൽസി തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോവാണ്. അങ്ങനെ സോഫിയ അവളെ നല്ലതുപോലെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആ ഒരു ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെയാണ് നമ്മുടെ കെൽസി അവളുടെ അമ്മയെ പറ്റി പറയുന്നത്. ഇതാണ് എൻ്റെ അമ്മ, ഇത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മയായിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ അമ്മ എന്നോടൊപ്പം ഇല്ല. 3 മാസങ്ങൾക്ക് മുന്നേ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അമ്മ മരിച്ചു. പക്ഷെ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അമ്മയ്ക്ക് ഒരു മാരത്തോൺ ഓടണമെന്നായിരുന്നു. പക്ഷെ അതൊരിക്കലും അമ്മയെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അടുത്ത ഒരു ക്യാൻസർ ഡേയിൽ ഞാനൊരു മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്, അതും എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം. അതിനുള്ള പരിശീലനങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങാൻ പോവാണ്. അത് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുമല്ല, ആ ഒരു മാരത്തോണിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായം ഓരോ $1 വെച്ചിട്ട് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ മാരത്തോൺ അവസാനിക്കുമ്പോൾ ഇതുപോലെ ക്യാൻസർ ബാധിച്ചവർക്ക് ആ ഒരു പണം വെച്ച് ഒരു സഹായം ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നിങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാനായിട്ട് കെൽസി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെൽസി നല്ല ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കെൽസിയുടെ അച്ഛൻ ഫ്രാങ്ക് അവളെയും കൊണ്ട് ഓടാനായിട്ട് പോവാണ്. കാരണം ഫ്രാങ്കിനും ഇതുപോലെ മാരത്തോണിൽ പങ്കെടുക്കണം. അതുകൊണ്ട് കെൽസിയെ അയാൾ പരിശീലിപ്പിക്കുകയാണ് ആ ഒരു മാരത്തോണിൽ പങ്കെടുക്കാൻ വേണ്ടി. അവളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാലും അവളുടെ അച്ഛൻ നീ ഇത് ചെയ്തേ മതിയാവുള്ളെന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോട്ടിവേഷനെല്ലാം കൊടുത്ത് ഇപ്പം അത് കഴിഞ്ഞ ഒരു ദിവസം സോഫിയ കെൽസിയുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കെൽസി തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് വേറൊന്നുമല്ല, ഇവരാ ഒരു പണം ശേഖരിക്കുന്നുണ്ടല്ലോ ആ ഒരു ചാരിറ്റിക്ക് വേണ്ടി. ഇപ്പം അതിൽ ഒരുപാട് പേര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ $50,000 ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും കെൽസി തൻ്റെ അച്ഛനോട് പറയത്തില്ല. സോഫിയ അറിയും അച്ഛനോട് പറയുമ്പോൾ ഇല്ല, അത് ആ ഒരു മാരത്തോൺ അവസാനിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറയും, ഇതൊരു സർപ്രൈസ് ആയിട്ട് അച്ഛനോട് പറയാം, അച്ഛന് വളരെ സന്തോഷമാവെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടുത്തൊരു പോസ്റ്റിടാണ്. നമ്മുടെ കെൽസി ഓരോ തവണയും ഓടാനായിട്ട് പോകുമ്പോൾ അവൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്തവണ ഇവിടെയാണ് പരിശീലിക്കുന്നത്, ഈ വഴിയിലൂടെയാണ് ഓടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ കെൽസിയുടെ ഈ ഒരു പോസ്റ്റ് കാണുന്ന ബില്ലി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ കാണിക്കുകയാണ്. അവൻ തന്റെ സുഹൃത്തിനോട് ബില്ലിയെ പറ്റി പറയുന്നുണ്ട്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഇവളും അതേ സ്കൂളിൽ എന്നോടൊപ്പം ഒരു നാടക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ആ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് അവൻ ആ ഒരു പോസ്റ്റ് നോക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബില്ലി ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ വീടിനകത്തേക്ക് കയറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവന്റെ വീടിനടുത്തുള്ള അയൽക്കാരിയായിട്ടുള്ള ബെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുണ്ട്. അവർ വന്നിട്ട് ബില്ലിയോട് സംസാരിക്കുകയാണ്. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് പറയുന്നതും അതെ, എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അവളെ അറിയാം, അതുകൊണ്ടാണ് അവൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലത് ഞാനിപ്പോൾ ചോദിച്ചത്, അവളിപ്പോൾ അധികമായിട്ട് വെളിയിലേക്ക് വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ബില്ലിയുടെ അമ്മയെ പറ്റിയാണ് ഇവരിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ബില്ലി പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീടിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതും ബില്ലി പെട്ടെന്ന് വീടിനകത്ത് ഓടി കയറാണ്. എന്താണെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ഓവൺ ഉണ്ടല്ലോ അതിനകത്ത് എന്തോ ഒരു ഫുഡ് വെച്ചിട്ട് അത് കരിഞ്ഞുപോയി, അതിന്റെ ശബ്ദവും ആ ഒരു പുകയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ബില്ലി വന്ന് തന്റെ അമ്മയെ വിളിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഓവണിൽ നിന്നും കേടായിട്ടുള്ള ഫുഡ് എടുത്ത് വെളിയിലേക്ക് വയ്ക്കും. എന്നിട്ട് അവന്റെ അമ്മയെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് ഇതാണ് അവന്റെ അമ്മ ഡെബി. ഡെബിക്ക് കാല് വയ്യ, അതുകൊണ്ട് വീൽ ചെയറിലാണ് ഡെബി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് വരുമ്പോൾ അവൾ അതിനകത്ത് കുടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു കിച്ചണിലേക്ക് വരാൻ കഴിയാഞ്ഞത്. അങ്ങനെ ബില്ലി വന്ന് വീൽ ചെയർ ഉൾപ്പെടെ തന്റെ അമ്മയെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇനിയിപ്പോൾ ഡിന്നർ കഴിയാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് ഡെബി പറയും സോറി മോനെ. അപ്പോൾ ബില്ലി പറയും അതൊന്നും കുഴപ്പമില്ല അമ്മ, നമുക്കിനി ഒന്നേന്ന് പറഞ്ഞ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഒന്നേന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും ഉണ്ടാക്കണ്ട, എൻ്റെ പേഴ്സിൽ പൈസ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് ഒരു $20 എടുത്തിട്ട്
നീ വെളിയിൽ പോയിട്ട് ആഹാരം കഴിക്കാൻ പറയുന്നതും ബില്ലി അതുപോലെ തന്നെ നേരെ ആ ഒരു പേഴ്സിനടുത്തേക്ക് വന്നിട്ട് അതിലുള്ള പണവും എടുത്ത് അവൻ വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ബില്ലി വെളിയിലേക്ക് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ തന്റെ കാറിലിരുന്ന് ഒരു ക്ലബിന് വെളിയിൽ പ്രണയിക്കുന്നവരുണ്ടല്ലോ അവരെല്ലാം നിൽക്കുന്നത് കണ്ടിട്ട് കുറേ നേരം അവിടെ തന്നെ നോക്കി നിൽക്കുന്നതും കെൽസി അവളുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് കൊടുക്കുകയാണ്. ഈ ആഴ്ച അവൾ എവിടെ ഓടാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തന്റെ പ്രേക്ഷകരോട് പറയുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ബില്ലി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മ ഇപ്പോൾ ബാഗ് പരിശോധിക്കുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ $60 ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സിൽ, നിന്നോട് ഞാൻ 20 എടുക്കാൻ പറഞ്ഞേ, ബാക്കി $40 കാണാനില്ല, ഞാൻ ഒരു കാര്യം ഓർഡർ ചെയ്തു അവർക്ക് പൈസ കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ ബില്ലി പറയും ഇല്ല പേഴ്സിൽ കുറച്ചേ ഉള്ളായിരുന്നു അതാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നതും അല്ലല്ല നീ 20 എടുത്തെങ്കിൽ ബാക്കി എന്തായാലും $40 ഉണ്ടാവും, ബാഗിൽ നിന്ന് $60 കിട്ടിയെന്ന് പറയുമ്പോൾ ബില്ലി പറയും അമ്മ ഞാനല്ലേ ബാങ്കിൽ പോയത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പണം കുറച്ചേ ഉള്ളായിരുന്നു, അതുമല്ല ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ ആക്സിഡന്റിന് ശേഷം അമ്മയ്ക്ക് ഓർമ്മശക്തി കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ബാങ്കിൽ പോയ ആ ഒരു ദിവസവും ഡേറ്റ് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കാണിച്ചു കൊടുക്കാണ്. ഇവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നല്ല, ആ ഒരു പണം മുഴുവൻ എടുത്തത് ബില്ലി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വന്നിട്ടോ അവൻ പച്ച കള്ളമാണ് ആ ഒരു സ്ത്രീയുടെ മുഖത്തോക്കി പറയുന്നത്. പാവം ബില്ലിയുടെ അമ്മയാണെങ്കിലോ അത് വിശ്വസിച്ചിട്ട് ഇപ്പോൾ ബില്ലിയോട് പറയും നീ എൻ്റെ പ്രിയപ്പെട്ട മകനല്ലേ, അതുമല്ല നീ ഇപ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്, പക്ഷെ നീ നിനക്ക് വേണ്ടിയിട്ടും ഒരു ജീവിതം ജീവിക്കണം, ഒരു നല്ല ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നല്ല അവനെ ഉപദേശിക്കുകയാണ്. അതേപോലെ നീ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിലൊക്കെ പോകാൻ പറയുമ്പോൾ ബില്ലി പറയും ഹേയ് അതിനൊന്നും സമയമില്ല എനിക്ക് ജോലി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശരി നിന്റെ അച്ഛൻ്റെ ജിമ്മിലെ ഉപകരണങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുകളിലത്തെ റൂമിൽ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്. അപ്പോൾ ബില്ലി പറയും ശരി ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ മുകളിലേക്ക് വന്ന ആ ഒരു മുറി ഉണ്ടല്ലോ, മുകളിലത്തെ ആ ഒരു മുറി അതെല്ലാം വൃത്തിയാക്കാണ്. അങ്ങനെ വൃത്തിയാക്കിയിട്ട് മുകളിലുള്ള ഒരുപാട് പഴയ ബാഗൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ബില്ലിയുടെ അമ്മ പറയുന്നത് ബില്ലി ആ ഒരു പെട്ടി കൊണ്ട് കളയാൻ പോകണു, അത് കളയണ്ട എൻ്റെ ഓർമ്മകൾ പുതുക്കാനായിട്ട് അതെനിക്ക് വേണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു പെട്ടിയിൽ ഡെബിയുടെ ഡാൻസിങ് ഡ്രസ്സായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഡെബി ഒരു ഡാൻസർ ആയിരുന്നു. ഈ അടുത്ത് സംഭവിച്ച ഒരു കാർ ആക്സിഡന്റിലാണ് ഡെബിക്ക് ഇതുപോലെ കാലിന് പരിക്ക് പറ്റിയതും നടക്കാൻ കഴിയാത്തൊരവസ്ഥയായതും. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ബില്ലി പറയും ശരി ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പെട്ടി നേരെ മുകളിലേക്ക് ആ ഒരു മുറി ഉണ്ടല്ലോ അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ആ ഒരു പെട്ടി എടുത്ത് മുറിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് വീണ്ടും അവന്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നു. വേറെ ഒന്നുമല്ല കെൽസി അവളുടെ പുതിയ അപ്ഡേറ്റ് ചെയ്തേക്കാണ്, അവൾ ഇത്തവണ ഓടാൻ പോകുന്ന ആ ഒരു വഴി ഏതാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇതവൻ കാണുന്നതും അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ കെൽസിയെ കാണിക്കുമ്പോൾ കെൽസി അവളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഓടാൻ പോവാണ്. അപ്പൊ അവളുടെ അച്ഛൻ പറയും ഏയ് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ പോലെയെന്ന് ചോദിക്കുമ്പോൾ കെൽസി പറയും ഇല്ല ഞാൻ എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തു, അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തേ മതിയാവുള്ളൂ പറഞ്ഞ് കെൽസി ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു മലയോര വഴിയുണ്ട് അതിലൂടെ ഓടാൻ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ബില്ലി ഉണ്ടല്ലോ അവൻ ഇപ്പോൾ തന്റെ കാറുമായിട്ട് അവളുടെ പിറകെ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ഹേയ് എനിക്കൊരു നായ്ക്കുട്ടിയുണ്ട് അതിനെനിക്ക് മിസ്സായിപ്പോയി, ഈ വഴിയെ വല്ലതും വരുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബില്ലി പറയില്ല കണ്ടില്ല എന്ന് പറയും. എന്നിട്ട് കെൽസി വീണ്ടും നടന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് കാർ അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ കെൽസിയോട് ചോദിക്കും ഹേയ് നിങ്ങൾ ആ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഓടുന്ന പെൺകുട്ടിയല്ലേ, നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് കെൽസിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ടാണ് പെട്ടെന്ന് അവൻ പറയുന്നത് എൻ്റെ കാറിൻ്റെ പിറകിൽ കുറച്ച് ഫ്ലെയർ ഉണ്ട്, അതിൽ 1-2 ഞാൻ നിങ്ങൾക്ക് തരാം, പോകുന്ന വഴിക്ക് എൻ്റെ നായ്ക്കുട്ടിയെ കാണുവാണെങ്കിൽ ആ ഒരു ഫ്ലെയർ ഒന്ന് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിൻ്റെ പിറകിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഡിക്കി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഫ്ലെയറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കെൽസി ചോദിക്കും അല്ല ഫ്ലെയർ എവിടെ? ഇല്ല ഞാനത് കാറിൽ വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. അല്ല ഒരു കോഫി അടിക്കാൻ വരുന്നു പെട്ടെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തിരിഞ്ഞു വരുന്നതും ആഹാ വേറൊന്നുമല്ല അവൻ പെട്ടെന്നൊരു ക്ലോറോഫോം എടുത്ത് അത് ആ ഒരു തുണിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് വെച്ച് അവളെ മയക്കി ആ കാറിന്റെ ഡിക്കിയിലേക്ക് ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതേപോലെ കെൽസിയുടെ ഫോണാണെങ്കിലോ അവിടെ നിന്ന് എടുത്തൊരു ഒറ്റയേറ് ദൂരേക്ക് അതാ ഒരു മലയുടെ വശത്ത് തന്നെ വീഴുന്നുണ്ട്. എടാ മോനെ അമ്മയുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ച് കാണിക്കുന്ന വേലത്തരം കണ്ടോ, ഇതാണ് നമ്മൾ പെൺകുട്ടികളായാലും ചെറിയ കുട്ടികളായാലും ആൺകുട്ടികളായാലും ആരായാലും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോകുന്ന സ്ഥലം അത് അപ്പോഴപ്പോഴും തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ചില ടീംസൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ കണ്ടല്ലോ, ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ബില്ലി അവളെയും കൊണ്ട് തന്റെ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മയും ആ ഒരു സുഹൃത്തുണ്ടല്ലോ ഇവര് രണ്ടുപേരും നടക്കാനായിട്ട് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുന്നു. ഇത് കണ്ട ബില്ലിക്കാണെങ്കിൽ എന്തായാലും ഇത് ശരിയാവത്തില്ല, കാരണം കെൽസിയെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ എന്തായാലും കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ അമ്മയോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ പറയുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഇല്ല ഞാൻ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു, അത് വാക്കർ വെച്ചിട്ട്. അപ്പോൾ അവൻ പറയും ഓ അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഡെബി പറയും ഓക്കെ ബെല്ലി ഭാഗത്തേക്ക് വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ ഇവരെ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടേ മതിയാവും. അതുകൊണ്ട് ബില്ലി
അവന്റെ പേഴ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് ഇവർക്ക് കൊടുത്തിട്ട്, ഓക്കെ, ഈ ഒരു സന്തോഷം എന്തായാലും നിങ്ങൾ പോയിട്ട് ആഘോഷിച്ചിട്ട് വാ. വെളിയിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയുന്നതും അത് എനിക്ക് വേണ്ടി കഴിച്ചിട്ട് വരാൻ പറയുമ്പോൾ അവർ രണ്ടുപേരും തിരിച്ചു പോവാണ്. ഇപ്പോൾ ഡെബി ആണെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ അത് അവർ വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഈ ഗ്യാപ്പിൽ ബില്ലി കെൽസിയെ ആ ഒരു കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അവൻ എങ്ങനെയോ വീടിനകത്തേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട്, ഓക്കെ, അപ്പൊ അവസാനം നീ എന്റെ വീട്ടിലെത്തി എന്നും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവൾ ഇട്ടിരുന്ന ആ ഒരു വസ്ത്രമെല്ലാം മാറ്റിയിട്ട് വേറെ ഏതൊരു വസ്ത്രമാണ് അവൾക്ക് ഇപ്പോൾ ഇട്ടുകൊടുത്തേക്കുന്നത്. അതുമല്ല കൈയും കാലും കെട്ടിയിട്ടേക്കുന്നു. അങ്ങനെ നമ്മുടെ കെൽസി കണ്ണുറക്കുന്നതും അവൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങും, പ്ലീസ് ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, താഴെ ബില്ലി അവന്റെ ഗെയിമിംഗ് റൂമിലിരുന്നിട്ട് അവിടെ മ്യൂസിക് നല്ലതുപോലെ പ്ലേ ചെയ്തേക്കാണ്. അതുകൊണ്ട് അവൾ കരയുന്ന ശബ്ദം എന്തായാലും പുറത്തേക്ക് പോകത്തില്ല. ഇതേ സമയം നമ്മുടെ സോഫി ഉണ്ടല്ലോ, അവള് കെൽസിയെ വിളിക്കുന്നുണ്ട്. ഇപ്പോ കെൽസിയുടെ ഫോൺ റിങ് ചെയ്യുന്നതുകൊണ്ട് അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവൾ പോയ ആ ഒരു വഴി സോഫിക്ക് അറിയാം. അതുകൊണ്ട് അവൾ ആ ഒരു വഴിയെ നടന്നു വരികയാണ് കെൽസി അന്വേഷിച്ചിട്ട്. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചെന്നാണ് സോഫി വിചാരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവസാനം സോഫി ആ ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കെൽസി മാത്രം അവിടെ ഇല്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെൽസിയെ കാണിക്കുമ്പോൾ കെൽസി വീണ്ടും നല്ലതുപോലെ ക്ഷീണിച്ച് കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ബില്ലി ഉണ്ടല്ലോ, അവനിപ്പോ മുന്നിൽ വന്ന് നിൽക്കാണ്. എന്നിട്ട് പറയും, ഓ അപ്പോൾ നീ എഴുന്നേറ്റല്ലേ? അപ്പോൾ കെൽസി പേടിച്ചിട്ട്, അല്ല നീ ആരാ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖം കാണുമ്പോഴാണ്, നീ ആ ഒരാളല്ലേ, ആ നായ എന്നെ അന്വേഷിച്ചു വന്നാ? നീ എന്നെ എന്താ ചെയ്തത്? എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്? എന്റെ വസ്ത്രം ആരാ മാറ്റിയത്? നീ എന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കെല്ലിക്ക് ഇപ്പോഴും 17 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ പറയും, നിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുമല്ല എന്റെ ഭാര്യ കന്യകയായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. അല്ലെ നീ എന്താ ഉദ്ദേശിക്കുന്നത് പറയുന്നത്? ഇപ്പൊ അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? അത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറയാലോ, നിങ്ങൾ പെൺകുട്ടികൾക്ക് എന്തായാലും ദേഷ്യം വരും. ഇതുപോലെ അവനെ സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവളെ തട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് ഇപ്പൊ അവളോട് പറയാണ്, നീ ഈ വീട്ടിൽ എന്റെ ഭാര്യയെ പോലെ എന്നോടൊപ്പം കഴിയണം. നിനക്ക് പുതിയൊരു വീടുണ്ട്, ഭക്ഷണം തരാം. ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം ഈ വീടിനകത്ത് നീ താമസിക്കണം, അതും എന്റെ ഭാര്യയായിട്ട്. അല്ലാതെ നീ ബഹളം വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്താണ്. അടിപൊളി, എങ്ങനെയുണ്ട്? അങ്ങനെ കെൽസിയെ കാണാതായിട്ട് ഇപ്പോൾ 2 ദിവസമായി. പോലീസിന് പരാതി കൊടുക്കുന്നു. അപ്പോൾ പോലീസ് വീട്ടിലേക്ക് വന്നിട്ട്, കെൽസി എങ്ങനെയായിരുന്നു വീട്ടിൽ, ഓക്കെ ആണോ, നിങ്ങൾ എന്തെങ്കിലും വഴക്ക് കൂടാറുണ്ടോ എന്നെല്ലാം കെൽസിയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും, മാഡം നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവളുമായിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അവളോട് പഠിക്കാനായിട്ടും അതേപോലെ തന്നെ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയും, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും ഇപ്പോൾ സോഫിയോട് ചോദിക്കുമ്പോഴാണ് സോഫി പറയുന്നത്, അങ്ങനെയല്ല കെൽസി ആ ഒരു മാരത്തോണിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു ചാരിറ്റിക്ക് വേണ്ടി അവൾ കുറച്ച് പണം സോഷ്യൽ മീഡിയയിൽ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അച്ഛനോട് ഒരു സർപ്രൈസ് ആയിട്ട് പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തെന്നെല്ലാം ചോദിക്കും. അപ്പോൾ ആ ഒരു പോലീസുകാരി ഉണ്ടല്ലോ, അവർക്ക് സംശയമായി ഇതുപോലെ കെൽസിയെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഈ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പക്ഷെ അവളെ തട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവർ അന്വേഷിക്കാൻ തുടങ്ങാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ബില്ലി അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പോലീസുകാർ വെളിയിലേക്ക് പോകുന്നു. ഇത് കണ്ട ബില്ലി നല്ലതുപോലെ പേടിക്കും. എന്നിട്ട് അവൻ പെട്ടെന്ന് വീടിനകത്തേക്ക് വന്ന് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. ആ ഒരു പേടിയിൽ അവൻ അവന്റെ അമ്മയോട് കാര്യം ചോദിക്കുമ്പോഴാണ് അവന്റെ അമ്മ പറയുന്നത്, മോനെ വേറെ ഒന്നുമല്ല, എന്റെ പേഴ്സിൽ ഞാൻ പണം വെച്ചിട്ട് പിന്നെ അത് കാണാനില്ല. ഇവിടെ ഒരു ജോലിക്കാരി വന്നിട്ട് പോയല്ലോ, എനിക്ക് തോന്നുന്നു അവരാണ് എടുത്തതെന്ന്. അപ്പോൾ വില്ലി പെട്ടെന്ന്, ഇല്ല അമ്മ, അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതാണ്, പണം എവിടെയും പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഡെബി പറയും, അങ്ങനെയല്ല മോനെ, നീ പറഞ്ഞ ആ ഒരു ദിവസം മുതൽ ഞാൻ കറക്റ്റ് കണക്ക് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പണം കാണാതെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചതെന്ന് പറയും. ഇത് കേട്ട ബില്ലി നല്ലതുപോലെ പേടിച്ചിട്ട്, അല്ല ഇനി ഇതുപോലെ പോലീസിനെ വിളിക്കാനാണോ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അതിന് നീ എന്തിനാ പേടിക്കുന്നേ? ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ അവൻ അത്രയും നല്ലൊരു മകനാണെന്നാണ് പാവം ആ ഒരു അമ്മ വിശ്വസിക്കുന്നത്. പക്ഷെ തന്റെ മകന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബില്ലി നേരെ മുകളിലേക്ക് വരുന്നു. എന്നിട്ടാണ് നമ്മുടെ കെൽസിക്ക് ഇപ്പോൾ പുതിയൊരു വസ്ത്രമാണ് ഇട്ടേക്കുന്നത്. അവളുടെ കയ്യും കാലിന്റെ ആ ഒരു കെട്ട് ഇപ്പോഴും അഴിച്ചിട്ടില്ല. എന്നിട്ട് അവൻ കെൽസിയോട് പറയും, കെൽസി നീ താഴേക്ക് വരണം, എന്നോടൊപ്പം ഫുഡ് കഴിക്കണമെന്നല്ല എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നീ അത് പ്രാക്ടീസ് ചെയ്യണം. പതിയെ പതിയെ ഒരു വീടിനോട് ഇണങ്ങി എന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് നീ മാറി വരണം. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് ഇതുപോലെ ഒരു അടി. എന്നിട്ട് പറയും, നീ ഇപ്പോഴും പ്രായമായിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ ഭാര്യയാകാനായിട്ടുള്ള എല്ലാ യോഗ്യതകളും നീയായിട്ട് തന്നെ കൊണ്ടുവരണം, നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ പറയും, ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ഉമ്മ വയ്ക്കാൻ പോവാണ്, അതിനു മുന്നേ നീ പല്ല് തേക്കണമെന്നും പറഞ്ഞിട്ട് അവളെ അവിടെ ഇരുത്തി അവളുടെ പല്ല് തേപ്പിച്ചു കൊടുക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഡെബി ഉണ്ടല്ലോ, ഡെബിയോടൊപ്പം അവരുടെ സുഹൃത്തായിട്ടുള്ള ബൈഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുണ്ട്, അവർ വന്നിരുന്ന് ഡെബിയുടെ നെഗമെല്ലാം വെട്ടിക്കൊടുക്കാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ്
ബില്ലി താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ബില്ലി പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ, അല്ല ആൻറ്റി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡെബി പറയും, മോനെ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സമയം ചെലവഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോൾ ബില്ലി പറയും, ശരി ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ തിരിയുന്നതും അയൽക്കാരി ആൻറ്റി ഉണ്ടല്ലോ അവർ പെട്ടെന്ന്, അല്ല മോനെ മുകളിലത്തെ മുറിയിൽ നീ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബില്ലി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട്, അല്ല എന്താ ചോദിച്ചേ? അപ്പോൾ അവർ പറയും, അല്ല മോനെ എപ്പോഴും മുകളിലത്തെ റൂമിൽ വെളിച്ചം കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഡെബി പറയും, ഏയ് അതൊന്നുമില്ല, അവൻ മുകളിലൊരു ജിം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി, അതിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരത് വലിയ കാര്യമാക്കത്തില്ല. അങ്ങനെ ബില്ലി ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഡെബി തന്റെ സുഹൃത്തിനോട് പറയുന്നത്, എനിക്കറിയാം എന്റെ പണം എടുക്കുന്നത് ആരാണെന്ന്, അവന്റെ ഗെയിമിംഗ് റൂമിന് വേണ്ടിയിട്ടാണ് എന്റെ പണം അവൻ എടുത്തോണ്ട് പോകുന്നത്, പക്ഷെ ഞാനത് വലിയ കാര്യമാക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു മകനോടുള്ള സ്നേഹം ഉണ്ടല്ലോ അതിലെ ആ ഒരു അമ്മ ഇവരോട് സംസാരിക്കുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കെൽസിയെ കാണാതായിട്ട് ഇപ്പൊ 6 ആഴ്ചയായി. അങ്ങനെ ബില്ലി നേരെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും കെൽസി ഇപ്പോൾ വലിയ രീതിയിൽ പേടിക്കുകയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ പറഞ്ഞതുപോലെ അവനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങാണ്. അവനിപ്പോൾ എവിടെ പോയിട്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബില്ലി പറയും, ഓക്കെ ഇന്ന് നമ്മൾ എന്തായാലും കുളിക്കാൻ പോവാണ്, കാരണം എൻ്റെ അമ്മ ഇപ്പോൾ വീട്ടിലില്ല, അമ്മ വെളിയിലേക്ക് പോയേക്കാണ്, വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നിന്നെ ഞാൻ എന്തായാലും താഴേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞിട്ട് കെൽസിയുടെ കണ്ണും വായെല്ലാം മൂടി വെച്ചിട്ട് അവളെ നേരെ താഴേക്ക് കൊണ്ടുവരും. എവിടെയാണ്? ബാത്റൂമിലേക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് അവൻ തന്നെ അവളെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. കുളിപ്പിക്കുമ്പോഴത്തേക്ക് അവൻ പ്രത്യേകം പറയുന്നുണ്ട്, ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവളെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നതും ഇപ്പോൾ നമ്മുടെ കെൽസിയെ കാണാതായിട്ട് 3 മാസത്തോളമായി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ബില്ലി എന്തോ ഒരു ബാഗും തൂക്കി പതിയെ അവന്റെ വീടിനകത്തേക്ക് കയറാണ്. അത് ശബ്ദം ഉണ്ടാക്കാതെ അവന്റെ അമ്മ കാണാതെ റൂമിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പിറകിലൂടെ ഡെബി വന്നിട്ട് ഹായ് സർപ്രൈസ് എന്ന് പറയുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു ബാഗ് താഴെ വെച്ചിട്ട്, അല്ല എന്തു പറ്റി? അപ്പോൾ ഡെബി പറയും, എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോയിട്ട് പെട്ടെന്ന് ഒരു വാക്കറുണ്ടല്ലോ അതിൽ പിടിച്ച് നടന്നിങ്ങനെ വരുന്നു. എന്നിട്ട് പറയുന്നേ, നോക്ക് ഇത് സർപ്രൈസ് ആയിട്ട് നിന്നോട് പറയാൻ നിൽക്കുമായിരുന്നു പറയുന്നതും അവൻ പറയും, എത്ര നാളായി ഇത് ചെയ്തിട്ട്? ഏകദേശം 2 ആഴ്ചയായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് നിന്നോട് ഒരു സർപ്രൈസ് ആയിട്ട് പറയാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അവൻ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നതും അതിൽ നിറയെ പൂക്കളായിരുന്നു. സത്യത്തില് ഇതവൻ കെൽസിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇപ്പൊ തന്റെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞല്ലേ മതിയാവൂ. ഡെബി ചോദിക്കും, അല്ല ഈ പൂക്കൾ എന്തിനാ വാങ്ങിയത്? അപ്പോഴേക്കും ബില്ലി പറയും, ഇല്ല ഇത് അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഈ ഒരു സന്തോഷത്തിൽ ഞാൻ വാങ്ങിയതാണെന്ന് പറയും. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവണമല്ലോ. അപ്പോൾ ഡെബി ചിന്തിക്കുന്നുണ്ട്, ഇതുപോലെ നടന്നതിനെല്ലാം പൂക്കൾ വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നാലും വലിയ രീതിയിൽ സംശയം വരുന്നില്ല. കാരണം അവനിപ്പോഴും നല്ല വെള്ളയായിട്ട് ചമയുന്നതുകൊണ്ട് ആ അമ്മയ്ക്കും അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബില്ലി നേരെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കെൽസി ഇപ്പോൾ അവളുടെ അമ്മേനെ അച്ഛനെയൊക്കെ ആലോചിച്ചിട്ട് നല്ലതുപോലെ കരയാണ്. ഇപ്പോൾ അവളെ കാണാതായിട്ട് തന്നെ 2-3 മാസം കഴിഞ്ഞല്ലോ. അങ്ങനെ കരയുമ്പോഴത്തേക്കാണ് അവനകത്തേക്ക് വന്നിട്ട്, ഹണി ഞാൻ വീട്ടിൽ വന്നു എന്നും പറഞ്ഞ് അവൻ ഇപ്പൊ തന്നെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവള് കരഞ്ഞോണ്ട് കിടക്കുന്നതും ഇവൻ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഹേയ് നിനക്ക് വേണ്ടിയിട്ടില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ അതുപോലെ സ്വീകരിച്ചൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുകയാണ്. ഈയാടാ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നതും പോരാഞ്ഞിട്ട് ഇനി അവനെ സന്തോഷത്തോടെ ചിരിച്ച് സ്വാഗതം കൂടി ചെയ്യണമായിരിക്കും. അപ്പോൾ കെൽസി പറയുന്നത് തനിക്ക് തന്റെ അച്ഛനെ കാണണമെന്നാണ്, കാരണം അവളുടെ അച്ഛൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അവള് വിഷമിക്കുമ്പോൾ ഇവന് സങ്കടം എന്താണെന്നറിയോ, അവള് ഭാര്യയെ പോലെ പെരുമാറിയില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ പറയും, കെൽസി നിനക്കിനി 1 മാസം കൂടി സമയമുണ്ട്, അതിനുള്ളിൽ എൻ്റെ ഒരു ഭാര്യ മെറ്റീരിയലായിട്ട് നീ മാറണം, എനിക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവള് പറയും, ഞാനത് ചെയ്തില്ലെങ്കിലോ, ഞാൻ നിന്നെ വീട്ടിലേക്ക് അയക്കും, പക്ഷെ നിന്റെ അമ്മയോടൊപ്പം. എന്താന്ന് വെച്ചാൽ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കെൽസി പേടിച്ചിട്ട് അവനോട് പറയും, ഓക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ മാറാൻ ശ്രമിക്കാമെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം എന്നെല്ലാം. ഇപ്പോൾ ഭർത്താവിനോട് ചോദിക്കുമല്ലോ അതുപോലെ ചോദിക്കുകയാണ്. എന്നിട്ട് അവന്റെ കാല് വേദന ആയതുകൊണ്ട് കാലെല്ലാം പിടിച്ചു കൊടുക്കുന്നു. ആ പാവം പെണ്ണിന്റെ കാലും കൈയും കെട്ടിയിട്ട് അവൾക്കാണ് കാലും കൈയും വേദനയായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്ന ഇവന്റെ കാലും കൈയും തടവി കൊടുക്കണമെന്ന്. ഇപ്പൊ അങ്ങനെ തടവി ഇരുന്നിട്ട് നമ്മുടെ കെൽസിയുടെ കൈയിലെ ആ ഒരു വിലങ്ങ് അഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ കറക്റ്റ് അവന്റെ ബോർഡിൽ നോക്കി ഒരു ഇടി ഇടിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്ന ആ ഒരു ഡോർ പൊക്കി വെളിയിലേക്ക് നോക്കിയിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നതും അവൾക്കറിയത്തില്ലല്ലോ ഇതുപോലെ ബില്ലിയുടെ അമ്മയ്ക്ക് നടക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം. പക്ഷെ അതിനു മുന്നേ തന്നെ ബില്ലി വന്നിട്ട് അവളെ പൊക്കിയെടുത്ത് ആ ഒരു ബെഡിലേക്ക് കൊണ്ടുവന്നും കിടും. എന്നിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതാണ് നല്ലൊരു ഭാര്യ ആവാനായിട്ട് എന്നും പറഞ്ഞ് അവളെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് കൈവച്ചിങ്ങനെ പിടിക്കുന്നതും കെൽസിക്ക് ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പോഴേക്കും താഴെ ഡെബി ഉണ്ടല്ലോ അവര് വന്നിട്ട്, ബില്ലി നീ എന്നെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടിയൊന്നും പറയുന്നില്ല. കാരണം ആ ഒരു റൂമിൽ സൗണ്ട് പ്രൂഫായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അധിക ശബ്ദം പുറത്തേക്ക് വരത്തില്ല.
അപ്പോൾ ഡെബി അത് വലിയ കാര്യമാക്കാതെ വീണ്ടും അകത്തേക്ക് തന്നെ പോവാണ്. ഇപ്പൊ അവനാണെങ്കിലോ അവന്റെ ബെൽറ്റ് അങ്ങനെ അഴിച്ചിട്ട് അവളെ നല്ലതുപോലെ അടിക്കും. എന്നിട്ട് പറയും, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഡെബി അവളുടെ ഒരു മരുന്ന് അന്വേഷിക്കാണ്. ഇതുപോലെ എന്റെ മരുന്ന് ഇതിൽ കാണാനില്ല, എല്ലാ മാസവും അത് വരുന്നുണ്ട്, ഞാൻ ഇതിലാണ് ഇട്ടേക്കുന്നത്, ആ ഒരു മരുന്ന് കാണാനില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു മരുന്ന് കഴിച്ചാലേ ഡെബിക്ക് തന്റെ ചലനശേഷി തിരിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഈ മരുന്നിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവും. പക്ഷേ ബില്ലി ആ ഒരു മരുന്ന് കാണാതായല്ലോ, അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് ഡെബിക്ക് നല്ല ദേഷ്യം വന്ന് ബില്ലിയെ തന്റെ റൂമിലേക്ക് തന്നെ പറഞ്ഞുവിടും. അതുപോലെ അന്ന് രാത്രി ഇവർ രണ്ടുപേരും ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഈ മരുന്ന് കഴിക്കാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഡെബിക്ക് ഇപ്പോൾ നല്ലതുപോലെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവളുടെ കൈയൊന്നും നല്ലതുപോലെ അനക്കാൻ കഴിയുന്നില്ല ഈ രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബില്ലി ജോലിക്ക് പോകുന്നതും ഡെബി ഇതുപോലെ ആ ഒരു മരുന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മരുന്ന് കൊണ്ടുവരുന്ന ആള് അതുപോലെ അയാൾ അടുത്ത ദിവസം മരുന്നും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡെലിവറി ചെയ്യുന്ന ആള് മരുന്നിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഡെബിക്ക് കൊടുക്കാണ്. എന്താന്ന് വെച്ചാല് ബില്ലി ഓർഡർ ചെയ്ത ഒരു വസ്ത്രമാണത്. ആർക്ക് വേണ്ടി? നമ്മുടെ കെൽസിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. ഇപ്പൊ അതെടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ചെറിയ വസ്ത്രമാണ്. പക്ഷെ ഇതുപോലൊരു വസ്ത്രം തന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തായാലും ഓർഡർ ചെയ്തില്ല എന്ന് ഡെബിക്ക് അറിയാം. പക്ഷെ ഇത് ആർക്ക് വേണ്ടി? അവളത് കാര്യമാക്കാതെ അവിടെ തന്നെ അടച്ചു വെക്കും. അങ്ങനെ ബില്ലി ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഈ ഒരു ബോക്സ് കാണുമ്പോൾ അവൻ അത് പെട്ടെന്ന് എടുത്ത് അവന്റെ അമ്മ കാണാതെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ഡെബി ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതുമല്ല, ഇവൻ വീട്ടിലേക്ക് ഈ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന അതും കെൽസിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഷോപ്പിംഗ് സെന്ററിൽ നിന്നെല്ലാം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഡെബി ബില്ലിയോട് കാര്യം ചോദിക്കും. ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പണമെല്ലാം പെട്ടെന്ന് തീരുന്നു, നീ എന്താ മുകളിലത്തെ റൂമിൽ ചെയ്യുന്നത്? ഞാൻ അറിയാതെ എന്തെങ്കിലും മുകളിലത്തെ റൂമിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ അപ്പോൾ ഞാൻ മുകളിൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ നോക്കുന്നത്? ശരി, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഡെബിയെ പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ഡെബി പറയും, ഇല്ലില്ല വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡെബി വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും, ദേ ഞാൻ നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ബില്ലിയുടെ അമ്മ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് വരും. എന്നിട്ട് ആ ഒരു ബാത്ത് ടബിൽ നോക്കുമ്പോഴാണ് നീളമുള്ള ഒരു മുടി കാണുന്നത്. അത് വേറെ ആരുടേതല്ല, കെൽസിയുടെയാണ്. ഇത് കണ്ടിട്ട് ഡെബി എന്താ ചെയ്യുന്നത് വെച്ചാല് ഇപ്പോൾ ബില്ലി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവനോട് പറയുന്നത്, നിന്റെ ഒരു രഹസ്യം എനിക്കറിയാം. അപ്പോൾ ബില്ലി പെട്ടെന്ന് പേടിച്ചിട്ട്, എന്ത് രഹസ്യം? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നീ എൻ്റെ പണമെല്ലാം എടുക്കുന്നത് നിന്റെ ഗെയിമിംഗ് ആവശ്യത്തിനും അതേപോലെ ജിമ്മിന്റെ ആവശ്യത്തിനും ഉപയോഗിക്കാനാണെന്നാണ്. പക്ഷെ നിനക്കൊരു മാറ്റവും ഇല്ല. പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഞാൻ അറിയാതെ നിന്റെ ഗേൾ ഫ്രണ്ടിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ. അതെന്താ അമ്മയോട് പറഞ്ഞാലേ അത്ര വലിയ നാണക്കേടാണോ? അതുകൊണ്ട് എനിക്ക് വേറൊന്നും അറിയണ്ട, ഈ ഞായറാഴ്ച അവളെ എനിക്ക് കാണണം, എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ എന്തായാലും ശ്രമിക്കാം, ഇപ്പൊ ഞാൻ എന്തായാലും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ബില്ലി വെളിയിലേക്ക് പോകും. ഇതേ സമയം നമ്മുടെ ഡെബി ഉണ്ടല്ലോ, ഡെബി അവളുടെ സുഹൃത്തിനോട് തന്റെ മകൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡെബി നല്ല സന്തോഷത്തിലേ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളെ എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്, അത് ഞാൻ കാണാതെ എന്നെല്ലാം പറഞ്ഞ് തന്റെ മകനൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയല്ലോ. ആ ഒരു സന്തോഷത്തില് ഡെബി അവളുടെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഞായറാഴ്ചയായി. ഇപ്പോൾ ഡെബി പറയും, നിന്റെ സുഹൃത്ത് എവിടെ? നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോകതിലേ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല അവൾക്ക് അസുഖമാണ്, അവൾക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല നീ എന്നോട് കള്ളം പറയാണ്. ശരി, അവൾക്ക് അസുഖമാണെങ്കിൽ അവളുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറയും, അങ്ങനെയാണെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ഡെബി പറയുമ്പോൾ ഇവൻ പറയും, ശരി അതുപോലെ തന്നെ ചെയ്യാന്നും പറഞ്ഞ് അവനിപ്പോൾ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ കെൽസിയെ കണ്ട് അവളുടെ ദേഹത്ത് ഒരുപാട് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. എന്നിട്ട് നിനക്ക് വയ്യാത്തതുപോലെ കിടക്കാൻ പറയുന്നതും അവൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഇവൻ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഡെബിക്ക് അയച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഡെബി ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ആദ്യം വിശ്വസിക്കും, ഓക്കെ അവൻ പറഞ്ഞതുപോലെ അവൾക്ക് അസുഖമായിരിക്കുമെന്ന്. ഇവിടെയുള്ള ടെസ്റ്റ് എന്താണെന്നറിയോ? ഡെബിയുടെ പഴയ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് മുകളിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു. ആ പെട്ടി ഈ ഫോട്ടോയിലുണ്ട്. ഈ മണ്ടൻ ആ ഒരു പെട്ടി എടുത്ത് മാറ്റാൻ മറന്നുപോയി. ഇതുകൂടിയാവുന്നതും നമ്മുടെ ഡെബിക്ക് നല്ല സംശയമായി. അങ്ങനെ അടുത്ത ദിവസം ആവുന്നതും ബില്ലി ജോലിക്ക് വെളിയിലേക്ക് പോകുന്ന സമയം നോക്കി ഡെബി ഇപ്പോൾ തന്റെ വീൽ ചെയർ എടുത്തിട്ട് മുകളിലത്തെ മുറിയിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ആ ഒരു വീൽ ചെയർ അവിടെ ഉപേക്ഷിച്ച് ഡെബി പതിയെ ആ ഒരു സ്റ്റെപ്പ് വഴി ഇഴഞ്ഞിഴഞ്ഞ് മുകളിലേക്ക് കയറും. ഇതേ സമയം കെൽസിയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു റൂമിൽ ഇരുന്നിട്ട് അവരെന്തോ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഷൂ ഉണ്ട്, ഈ ഹൈ ഹീൽ ഷൂ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ള എന്തോ. ഇപ്പൊ ആ ഒരു ഷൂ എടുത്തിട്ട് അതിൽ ഒരു ബെൽറ്റ് പോലുള്ളൊരു ഭാഗമുണ്ട്, അതിൽ നിന്നും ആ മെറ്റൽ ഭാഗം മാത്രം ഇളക്കിയെടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഡെബി പതിയെ മുകളിലത്തെ ഈ ഒരു മുറിയിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ ഡെബി മുകളിലേക്ക് വന്ന് കെൽസിയെ കാണുന്നതും പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ ഡെബിയെ കാണുന്ന കെൽസി ആണെങ്കിലോ പ്ലീസ് എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ട് അവൾ കരയുന്നതും ഡെബി പറയും, ഓ അപ്പോൾ നിന്നെ മുകളിലിരുത്തിയിട്ടാണ് അവൻ എന്നോട് കള്ളം പറഞ്ഞതല്ലേ,
എന്നിട്ട് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ കെൽസി വിചാരിക്കും ഇനിയിപ്പോൾ ഡെബിക്കും അവളെ ഇവിടെ കൊണ്ടുവന്ന ആ ഒരു കാര്യം അറിയാന്ന്. പക്ഷെ ഡെബി എന്താണ് വിചാരിക്കുന്നത്? തന്റെ മകന്റെ ഗേൾഫ്രണ്ടാണ് മുകളിലുള്ളതെന്നാണ്. അവർക്കറിയത്തില്ലല്ലോ ഇവളെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാണെന്ന്. അപ്പോൾ കെൽസി വിട്ടെന്ന്, ഓ അപ്പോൾ നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ ഞാൻ ഇവിടെ ഉണ്ടെന്ന്? അപ്പോൾ നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാണോ ഈ കാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡെബിക്കൊന്നും മനസ്സിലാവാതെ, അല്ല മോളെ, നിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടി വിളിച്ചിരുന്നു, അവൻ നിന്നോടത് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കെൽസി പറയും, അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇത് നോക്ക്, നിങ്ങളുടെ മകൻ എന്നെ തട്ടിക്കൊണ്ടു വന്നാണെന്ന് പറയുമ്പോൾ ആദ്യം ഡെബി അത് വിശ്വസിക്കത്തില്ല. ഡെബി പറയും, ഹേ ഇല്ല, നീ വെറുതെ കള്ളം പറയല്ലേ, എനിക്കെല്ലാം മനസ്സിലായി, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങാനായിട്ട് ഇത് കണ്ടോന്ന് പറഞ്ഞ ആ ഒരു ചങ്ങല എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും ഡെബിക്ക് അപ്പോഴും വിശ്വാസം വരാതെ, ശരി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ കെൽസിയെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് പറഞ്ഞിട്ട് ഞാൻ ഓടാനായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മകൻ അവൻ്റെ നായെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്നെ അവൻ്റെ കാറിൽ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 1.5 വർഷമായെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഡെബി ആകെ അങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കെൽസി മുകളിലത്തെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തൻ്റെ മകൻ അവളെ തട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം ഡെബി മനസ്സിലാക്കുന്നതും ഡെബി വെട്ടുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരി, ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ, ഓ ഗായ്സ്, വീണ്ടും അലർജിയുടെ സംഭവമായി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. കെൽസി പറയും, അതെ നിങ്ങൾ പെട്ടെന്ന് ഫോൺ ഓക്കെ നിങ്ങൾ കെൽസി പറയാതെ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ ഡെബി അവളുടെ പോക്കറ്റ് തപ്പുമ്പോഴത്തേക്കാണ് മുകളിലേക്ക് കയറി വരുന്ന വഴിക്ക് ആ ഫോൺ താഴെ വീണിരുന്നു. അതുകൊണ്ട് ഡെബി പറയും, ഞാൻ താഴെ പോയിട്ട് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാമെന്നും പറഞ്ഞ് ഡെബി ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വഴി പതിയെ താഴേക്കിറങ്ങി വരുന്നതും ആഹാ, അവിടെ ബില്ലി വന്ന് നിൽക്കുന്നു. എന്താന്ന് വെച്ചാല് അവനിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവന്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ ഡെബി പറയും, മോനെ ആ ഒരു ഫോൺ ഇങ്ങ് തരാൻ പറയുമ്പോൾ, എന്തിനാ, പോലീസിനെ വിളിച്ചിട്ട് എന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഡെബി ചോദിക്കും, എന്താ മോനെ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ അവനിപ്പോൾ ഡെബിയെ നേരെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് കട്ടിലേക്ക് കിടത്തും. എന്നിട്ട് പറയും, ഇപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പോലീസ് വന്നിട്ട് ഇതെല്ലാം വിശ്വസിക്കാൻ പോകുന്നതാണോ? ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഡെബി പ്ലീസ് ആരെങ്കിലും സഹായിക്കുന്നു പറഞ്ഞിട്ട് അവരും അലറി വിളിക്കുകയാണ്. എന്നിട്ട് ഡെബി പറയുന്നത് എന്താണെന്നറിയോ, ആ പെൺകുട്ടിയെ വെറുതെ വിട് പ്ലീസ്, അവൾ പാവം ഒരു ചെറിയ പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ഇവൻ അത് കേൾക്കുന്നില്ല. എന്നിട്ട് പറയും, ഇനി നിങ്ങൾ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞ് അവർ റൂം അടച്ച് നേരെ മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ 1.5 വർഷം കൂടി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ കെൽസിക്ക് 18 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അവളെ റേപ്പ് ചെയ്യാനായിട്ട് തയ്യാറായി. അതുപോലെ അവളെ റേപ്പ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. ഇപ്പോൾ ഡെബിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡെബി ആ ജനാല വഴി തന്റെ സുഹൃത്തിനെ സഹായത്തിനായിട്ട് വിളിക്കാനായിട്ട് വരുന്നതും ബില്ലി പെട്ടെന്ന് താഴേക്ക് വന്ന് ഇത് കണ്ടിട്ട് അവരെ തടഞ്ഞ്, അമ്മയാണെന്നൊന്നും നോക്കത്തില്ല, തലേനെടുത്ത് മുഖത്തേക്ക് വെച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, എന്നിട്ട് ഇതൊരു സാധാരണ മരണമായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഡെബിയെ പിന്നെയും ഭീഷണിപ്പെടുത്താണ്. അതേപോലെ തന്നെ വെളിയിലേക്ക് വന്നിട്ട് ഡെബിയുടെ സുഹൃത്തുണ്ടല്ലോ അവരോട് പറയും, അമ്മയ്ക്കിപ്പോൾ നല്ല രീതിയിൽ ഡിമെൻഷ്യ ഉണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളും അമ്മ മറന്നു പോകുന്നു, നല്ല ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പോൾ വെളിയിലേക്ക് ഞാൻ വിടാത്തതെന്ന് അവരോടും കള്ളം പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ ഡെബിയുടെ മുറിയിലേക്ക് നമ്മുടെ കെൽസിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയും, ഇനി അവൾ ഇവിടെ ജോലിക്കാരിയായിട്ടുണ്ടാവും, നിങ്ങളുടെ സഹായത്തിന് വേണ്ടി അമ്മയെ കുളിപ്പിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവളായിരിക്കും. അങ്ങനെ നമ്മുടെ കെൽസി ഡെബിയെ കുളിപ്പിക്കുമ്പോഴത്തേക്കാണ് കെൽസി പറയുന്നത്, നിങ്ങളുടെ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മകനെ നിങ്ങൾ വളർത്തിയില്ലേ എന്ന് പറയുമ്പോൾ ഡെബി പറയും, ഇല്ല, ആ വാതിലിനപ്പുറത്തുള്ള അവനെ ഞാനല്ല വളർത്തിയത്, അവൻ അങ്ങനെ ആയതിന് കാരണവും ഞാനല്ല, അതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചേ മതിയാവൂ, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെബി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവന് സപ്പോർട്ടായിട്ട് ബില്ലിക്ക് സപ്പോർട്ടായിട്ട് ഡെബി നിൽക്കും, അതുപോലെ അവൾ അഭിനയിക്കും. എന്നിട്ട് ഇവർക്ക് നല്ലൊരു സമയം കിട്ടുമ്പോഴത്തേക്കും ഇവിടുന്ന് രക്ഷപ്പെടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കെൽസി ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഡെബിക്ക് ബില്ലിയെ വിശ്വസിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഡെബി പറയും, ഇത് നല്ലതുപോലെ മുരിഞ്ഞിട്ടില്ല, ഒന്നുകൂടി പോയി അതുപോലെ ചെയ്തുകൊണ്ട് വരാൻ പറയും. ഇപ്പോൾ ബില്ലി ആണെങ്കിൽ അവന്റെ കയ്യിൽ ഈ ഷോക്ക് കൊടുക്കുന്നൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് കെൽസിയോട് ഡാൻസ് ചെയ്യാൻ പറയുന്നു. ഇവൻ എന്തോ ഒരു വലിയ അധികാരം കിട്ടിയതുപോലെ ഇപ്പൊ 2 സ്ത്രീകളെയാണല്ലോ അവൻ ഭരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ അവന്റെ അമ്മയ്ക്ക് കയ്യിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് കെൽസിയെ കൊണ്ട് ആ ഒരു മുറിയിലേക്ക് ആക്കിയിട്ട് അവൻ വെളിയിലേക്ക് പോകുമ്പോൾ കെൽസി വന്ന് ഡെബിയോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഡെബി പറയുന്നത്, ആ ഒരു ഷെൽഫിനുള്ളിൽ ഒരു മരുന്നുണ്ട്, അത് അവൻ കാണാതെ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കാണ്, ആ മരുന്ന് കഴിച്ചാലേ എനിക്ക് എന്തെങ്കിലും ശരീരത്തിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ അവന്റെ ഫോൺ എങ്ങനെയെങ്കിലും നമുക്ക് കൈക്കലാക്കിയിട്ട് പോലീസിനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ആ ഒരു മരുന്ന് നമ്മുടെ കെൽസി അവിടെ നിന്ന് എടുത്ത് ഡെബിയുടെ കയ്യിൽ കൊടുക്കും. അതേപോലെ തന്നെ അവളുടെ കയ്യിലെ കെൽസിയുടെ കയ്യിൽ ഇവൻ കെട്ടിയിട്ടതിന്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഡെബി അവളുടെ കയ്യിൽ മരുന്ന് വെച്ചു കൊടുക്കാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ബില്ലിക്ക് ഇപ്പോൾ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇവർ വീട്ടിൽ അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡെബി ഇപ്പോൾ പതിയെ കെൽസിയുടെ ചെവിയിൽ പറയുന്നുണ്ട്, ഉറക്കത്തിനുള്ളൊരു മരുന്നുണ്ട്, അത് പതിയെ പൊടിച്ച് അവൻ അറിയാതെ
അവൻ കുടിക്കുന്ന ബിയറിൽ എങ്ങനെയെങ്കിലും നമുക്ക് തട്ടണം. ഈ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നീ ഒരിക്കലും പേടിക്കരുത്, കറക്റ്റ് സമയത്ത് ഞാൻ നിനക്ക് സിഗ്നൽ തരാമെന്ന് പറഞ്ഞ് ഇവനിപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവന്റെ കയ്യിൽ ഈ ബിയറിന്റെ കുപ്പി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഡെബി കറക്റ്റ് സമയത്ത് അവൾക്ക് സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും കെൽസി ആ ഒരു കുപ്പി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഡെബി പറയും, മോനെ അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കെൽസി അടുക്കളയിലേക്ക് പറഞ്ഞു വിടും. കെൽസി ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ട് ആ ഗ്ലാസ്സിൽ ഇവർ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അത് തട്ടിയിട്ട് അതിലേക്ക് ബിയർ ഒഴിക്കും. അത് കഴിച്ച് ഇവ ഉറങ്ങി പോകുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് രക്ഷപ്പെട്ട് പോകാൻ കഴിയും. അതാണ് ഇവരുടെ പ്ലാൻ. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കെൽസി വന്നിട്ട് ആ ഒരു ബിയർ കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നതും അവൻ കുടിക്കാനായിട്ട് വരുമ്പോൾ വെളിയിൽ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ ബില്ലി എഴുന്നേറ്റ് ദേ രണ്ടുപേരും മിണ്ടിപ്പോരുതെന്നും പറഞ്ഞ് അവൻ വന്ന് ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഡെബിയുടെ സുഹൃത്തായിരുന്നു. ആ ഒരു അയൽക്കാരിയായിട്ടുള്ള ആന്റി ഉണ്ടല്ലോ, അവര് നമ്മുടെ ബില്ലിയുടെ ജന്മദിനമായിട്ട് അവന് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അവൻ വന്നിട്ട് അവരോട് സംസാരിച്ച് അവരെ ഒരു വിധത്തിൽ അവൻ അകത്തേക്ക് കൊണ്ട് പോകുന്നില്ല. അപ്പൊ അവർ പറയും, ദേ ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തന്നെ തുറന്നു നോക്കാൻ പറയുമ്പോൾ അവൻ അത് തുറന്നു നോക്കുന്നതും അത് മദ്യമായിരുന്നു. അപ്പോൾ അവൻ പറയും, ഓക്കെ എനിക്ക് സമയമില്ല, തന്നതിൽ താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി വന്ന് ഇപ്പൊ ഇവരോട് പറയും, ഓക്കെ ഇനി എന്തായാലും ബിയർ കഴിക്കേണ്ട ആവശ്യമില്ല, അതെ എനിക്ക് ഈ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ ആ ഒരു മദ്യക്കുപ്പി എടുത്ത് അവിടെ വെച്ചിട്ട് ഇവൻ ആ ഒരു ബിയർ കൊണ്ടുവന്ന് നേരെ വാഷ് ബേസിനിലേക്ക് ഒഴിക്കും. അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബിയറിനടിയിൽ കലങ്ങാതെ എടുക്കുന്ന ആ ഒരു മരുന്നിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് കാണുന്നതും ഇവന് നല്ല ദേഷ്യം വന്നിട്ട് ബില്ലി ഇപ്പൊ അങ്ങനെ തിരിച്ചു വന്ന് കെൽസിയെ പിടിച്ച് അവളെ താഴെ കിട്ടിട്ട്, അപ്പോൾ നീ എന്നെ മയക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഡെബി പറയും, ഏയ് അവളെ വെറുതെ വിട്, അത് അവളല്ല ചെയ്തത്, ഞാനാണ് ചെയ്തത്. നീ വെളിയിലേക്ക് പോയ സമയത്ത് ഞാനാണ് അതിലേക്ക് മരുന്നിട്ടത്. അപ്പോൾ വില്ലി വെട്ടുന്നത് എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഡെബി പറയും, പിന്നല്ലാതെ പാവ ഒരു പെൺകുട്ടിയെ പിടിച്ചു വെച്ചിട്ട് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോഴാണ് ബില്ലി അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇത്രയും കാലം നിങ്ങളെ ജീവനോട് ഇരിക്കാൻ തന്നെ കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പണമില്ലേ മാസാമാസം കിട്ടുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും ഞാൻ കൊന്നേനെ. അതുമല്ല ഇനി നിങ്ങൾക്ക് ആ ഒരു മരുന്ന് തരാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഡെബി കഴിക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അവൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ സഹായിക്കുന്ന ആ ഒരു മരുന്ന് അവൻ ഒരിക്കലും കൊടുക്കത്തില്ല എന്ന് പറയും. അതേപോലെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാ മരുന്നും കൊണ്ടുവന്നിട്ട് അത് ബാത്റൂമിലേക്ക് കൊണ്ട് കളഞ്ഞ് ഫ്ലഷ് ചെയ്തങ്ങ് കളയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ കെൽസി ആണെങ്കിൽ ഈ വീട്ടിലെ ജോലിക്കാരിയെ പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ബില്ലിയുടെ റൂം വന്നിട്ട് അവന്റെ ഡ്രസ്സെല്ലാം എടുക്കുമ്പോഴത്തേക്കാണ് അവൻ അവളെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവന്റെ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഏതോ 17 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി അവളെ കാണിച്ചിട്ട്, ദേ ഇവളെങ്ങനെയുണ്ട്, അടുത്തതായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ഇവളെയാണ്, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം നീ ഇവളെ പഠിപ്പിക്കണം എന്നുകൂടി പറയുന്നതും ഇത് കേട്ട കെൽസിക്ക് എന്തോ പോലെയായി. കാരണം അവനിപ്പോ വീണ്ടും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരാൻ പോവാണെന്ന് അറിയുന്നതും കെൽസിക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ അവൾ ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് കട്ടിലിനടിയില് അവന്റെ അമ്മയുടെ മരുന്നുണ്ടല്ലോ അത് അവ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൾക്ക് കിട്ടും. അതെടുത്ത് അവൾ പതിയെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച് അത് കഴിഞ്ഞ് അവൾ നേരെ ഡെബിയുടെ മുറിയിലേക്ക് വരും. എന്നിട്ട് അവൾക്ക് ആഹാരം കൊടുക്കാണ്. അപ്പോഴാണ് ബില്ലി അവിടേക്ക് വന്നിട്ട്, ഹേയ് അമ്മയ്ക്ക് ഫുഡ് കൊടുത്ത് തീർന്നെങ്കിൽ പെട്ടെന്ന് മുറിയിലേക്ക് വരാൻ പറയും. അപ്പോൾ കെൽസി പറയും, ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവനിപ്പോൾ മുറിയിലേക്ക് പോകുന്നതും കെൽസി അവൾ കണ്ടുപിടിച്ച ആ ഒരു മരുന്നുണ്ടല്ലോ അതെടുത്ത് ഡെബിയുടെ കയ്യിൽ കൊടുക്കും. ദേ ഇത് നിങ്ങളുടെ മകന്റെ മുറിയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്, ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്യണം. അതേപോലെ നിങ്ങളുടെ മകൻ അടുത്തൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അത് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയത്തില്ല. അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മരുന്നിപ്പോൾ നമ്മുടെ ഡെബിക്ക് അവൾ കൊടുക്കുന്ന ആഹാരത്തിനോടൊപ്പം തന്നെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡെബിയെ നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഡെബി ആണെങ്കിൽ ഇപ്പോൾ ശരീരം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ അഭിനയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അനങ്ങാനൊക്കെ കഴിയും, പക്ഷേ ബില്ലിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ അഭിനയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബില്ലി കെൽസിയെ വിളിച്ചിട്ട്, വാ നമുക്ക് കിച്ചണിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ഡെബി കെൽസിയോട് പറയും, ഓക്കെ നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഡെബിക്ക് ഇപ്പോൾ കൈ അനക്കാൻ കഴിയും. അങ്ങനെ ഇവർ രണ്ടുപേരും കിച്ചണിലേക്ക് പോകുമ്പോൾ ഡെബി എന്താ ചെയ്യുന്നതെന്നറിയോ, അവിടെ ഇരിക്കുന്ന മദ്യമുണ്ട് അതെടുത്ത് ആ ഫ്ലോറിലേക്ക് ഒഴിക്കും. അതേപോലെ തന്നെ അടുത്തിരിക്കുന്ന തീപ്പെട്ടി എടുത്ത്, സോറി അത് മദ്യമല്ല വേറെ എന്തോ ഈ നെയിൽ പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന എന്തൊരു ലിക്വിഡാണ്, അത് കത്തിപ്പിടിക്കുന്ന ഒരു ലിക്വിഡാണ്. അതുമല്ല അവളുടെ സുഹൃത്ത് കറക്റ്റ് 5 മണിയാകുമ്പോഴത്തേക്കും വീടിന് മുന്നിലൂടെ പോകുന്നുള്ള കാര്യം ഡെബിക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് സമയമാകുമ്പോഴത്തേക്കും ആ ഒരു തീപ്പെട്ടി എടുത്ത് ഇതിലേക്ക് കത്തിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഈ തീ പിടിക്കുമ്പോൾ എന്തായാലും പുകയും കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പോകുമല്ലോ. അത് കണ്ട ആ ഒരു സുഹൃത്ത് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ പോലീസിനെയും വിളിക്കും. ഇതാണ് നമ്മുടെ ഡെബിയുടെ പ്ലാൻ. ഇപ്പോൾ ഡെബി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു സുഹൃത്ത് പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറി നമ്മുടെ ഡെബിയെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഡെബിയെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴത്തേക്കാണ് ഡെബി ഇവരോട് പറയുന്നത്, സാർ മുകളിലത്തെ റൂമിൽ പെൺകുട്ടിയുണ്ട്, അവിടെ ആളുണ്ടെന്ന് പറയുന്നതും
ഇവര് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും ബില്ലി എന്തായാലും അതിന് പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവനിപ്പോ കെൽസിയെ വെച്ചിട്ട് അവന്റെ റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ പോലീസുകാർ നേരെ മുകളിലേക്ക് വന്ന് ആ മുകളിലത്തെ മുറിയെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രത്യേകിച്ച് ആരെ കാണുന്നില്ല. അങ്ങനെ ആ ഒരു പോലീസുകാർ നേരെ താഴത്തെ മുറിയിലേക്ക് വന്ന് അവിടെയുള്ള കബോർഡിനുള്ളിൽ എന്തോ ഒരു ശബ്ദം കേട്ട ആ ഒരു കബോർഡ് തുറക്കുമ്പോഴത്തേക്കും കെൽസിയെ അതിനകത്ത് കെട്ടിയിട്ടേക്കുന്നു. അപ്പോൾ കെൽസി അവളുടെ വായിൽ ആ ഒരു ടേപ്പ് മാറ്റുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് അവൻ ആ ഒരു ജനാലയിലൂടെ വെളിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത്. ബില്ലി ഉണ്ടല്ലോ, അവനിപ്പോൾ രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇയാൾ നിസ്സാരമായിട്ട് രക്ഷപ്പെട്ട് പോകാന്ന് വിചാരിച്ചോ? അതിനു മുന്നേ തന്നെ പോലീസുകാർ എന്തായാലും അവൻ ആ ഒരു ഷോ കൊടുക്കുന്ന തോക്കുണ്ടല്ലോ അത് വെച്ച് ഷൂട്ട് ചെയ്ത് പിടിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇവർ ഇത് തന്നെ വേണം. പക്ഷെ ഇതൊന്നും പോരാ. കണ്ടിട്ട് ഇവൻ ഇതിൽ കൂടുതൽ വേറൊരു ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു സ്ലാഷർ സിനിമകളിലൊക്കെ വില്ലന്മാർക്ക് കിട്ടുന്ന പണികളുണ്ടല്ലോ, അതുപോലെ ഇവൻ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയാൽ മതിയോ? നിങ്ങൾ പറയും. അങ്ങനെ എന്തായാലും ഡെബി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഡെബിക്ക് അത് കണ്ടിട്ട് വലിയ വിഷമോ കാര്യങ്ങളൊന്നും തോന്നില്ല. ഇതുപോലൊരു മകനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്തിനു വിഷമിക്കണം? അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെൽസിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ അവളുടെ ഫാമിലിയോടൊപ്പം തന്നെയുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. അതുമല്ല ന്യൂട്രീഷൻ ഫുഡൊന്നും അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയെല്ലാം അവളിപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ കെൽസി പറയും എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ടെന്നും പറഞ്ഞ് നേരെ ഡെബിയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ടാണ് വീട്ടിൽ അതുപോലെ ഒരു തീപിടുത്തം സംഭവിച്ചത് എന്തായാലും കാര്യമായി, അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഡെബി പറയും ഇല്ല, എൻ്റെ സുഹൃത്ത് എന്നും 5 മണിക്ക് അവിടേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാനായിട്ട് തന്നെയാണ് ആ ഒരു തീയിട്ടതെന്ന് പറയുമ്പോൾ കെൽസി പറയും അപ്പോൾ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു പറയുന്നതും ഡെബി പറയും ഇല്ല, നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ മരുന്ന് എനിക്ക് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇതുപോലൊരു കാര്യം ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സന്തോഷിക്കുന്നതും ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ കെൽസി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു മാരത്തോൺ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ആഗ്രഹം കഴിഞ്ഞു. അതേപോലെ ഇവിടെ ഡെബിയെ കാണിക്കുമ്പോൾ ഡെബിയുടെ കാലിനും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവര് ആ ഒരു കാലിന്റെ സ്വാധീനക്കുറവുണ്ടല്ലോ അത് മാറ്റിയെടുത്ത് ഇപ്പോൾ നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.